ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നോഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്ന് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്ലീവിൻ്റെ ഡിസൈനാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ലീവ് പാറ്റേൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫാബ്രിക് ലാസ്റ്റ് ടൈം ഓപ്പണിംഗ് വീഡിയോ യൂട്യൂബിലും ഷോർട്സായിട്ട് റീൽസായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് ഫാബ്രിക്സ് വാങ്ങിയിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരുമോ എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പാറ്റേൺ ഓൾറെഡി നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഫ്രോക്കൊക്കെയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മേക്കിംഗ് വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ നമ്മൾ 1.5 ഇയർ മുമ്പേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാം. ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ 3 ലെയേഴ്സ് ഇതുപോലെ ബോണിങ് നെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഹോഴ്സ് ബ്രൈഡ് നെറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ലെയേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇതുപോലെ പ്ലീറ്റ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് വെച്ചിട്ട് വേവി ആയിട്ട് ആ ഒരു ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൽ നമ്മൾ മൂന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫാബ്രിക് ശരിക്കും പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി, പക്ഷേ നമുക്ക് വീഡിയോയിൽ ഫോണിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വർക്കും കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലീവ് നമ്മളിതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഞാനിതുപോലെ നമ്മൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ട് സ്ലീവിൻ്റെ ഭാഗമൊക്കെ ആം ഹോളൊക്കെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഫാബ്രിക്സ് നമ്മൾ 4 ഇഞ്ചസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത്രയും ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്യാദറിങ് ഫ്രൂട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഗ്യാദറിങ് ഫ്രൂട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ടെൻഷൻ ബാറൊക്കെ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നവർക്ക് ഇടാം. എനിക്കിങ്ങനെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുന്നതാണ് പ്ലീറ്റ്സ് ഇതിനൊക്കെ ഇഷ്ടം. കാരണം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ ഗ്യാദർ ചെയ്ത് പ്ലീറ്റ്സ് ചെയ്തെടുക്കാമല്ലോ. അപ്പം ഞാനിവിടെ 8 മീറ്റേഴ്സോളം ഫാബ്രിക്, അതായത് 4 ഇഞ്ചിൽ വരുന്ന 8 മീറ്റർ വരുന്ന ഫാബ്രിക്സ് ഇതുപോലെ ഗ്യാദർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ നമ്മൾ 1 സൈഡ് ഇതുപോലെ ഗ്യാദർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഞാൻ ഉദ്ദേശിച്ച ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾ 1 സൈഡ് നമുക്ക് ഫിനിഷിങ് കംപ്ലീറ്റ് ആയ ശേഷം ഞാനിതുപോലെ അതർ സൈഡിലും ഒരു സെറ്റ് വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് മുകളിൽ ഒന്നും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്ര തിക്കായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് മുകളിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫാബ്രിക് ഗ്യാദർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഞാനിതുപോലെ നമ്മൾ ഫ്രോക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, നമ്മൾ വർക്ക് വരുന്ന ഫാബ്രിക്കാണ് വരുന്നത്. നമ്മൾ ഫുൾ സർക്കിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിപ്പം വേസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ ഫാബ്രിക്സ് എടുക്കാൻ മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ ഫ്രോക്കിൽ പ്ലീറ്റ്സ് കിട്ടുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫ്രോക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ആക്സസറീസും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡൊക്കെ എപ്പോഴും ഫ്രീ ആയിട്ടാണ് കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളത്. പിന്നെ ആക്സസറീസ്, ഫാസിനേറ്റർ, ഷൂസ് അതൊക്കെ നമ്മൾ എക്സ്ട്രാ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പോംപോം സ്ലീവ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ബോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 3 ലെയേഴ്സായിട്ടാണ് നമ്മൾ നെറ്റ് ഫാബ്രിക്, അതിൽ നമ്മൾ ഫാസിനേറ്റർ അല്ലെ നമ്മളെ ബോണിങ് നെറ്റ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ട് നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിച്ചിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മെസ്സി ലുക്കാണ് കിട്ടുന്നത്. ഇതിൽ നമ്മൾ ഈ ഷൂസ് ഉണ്ടോ, ഇതിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്കെല്ലാം ഡീറ്റെയിലിംഗ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വേണം, പിന്നെ ക്രോൺ വരുന്ന രീതിയിലുള്ളതാണ് വേണ്ടതെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആക്സസറീസൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ക്ലിപ്പും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഹെയർ ബാൻഡാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു അലിഗേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ക്ലിപ്പും ഫാസിനേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ബാൻഡായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി.